Desert sky. അറ്റ്ലാന്റ ജ്വല്ലറി ഡെസേർട്ട് സ്കാനിലേക്ക് സ്വാഗതം. ആയിരത്തി 1997 ഹൌസ് മെയ്ഡ് വിസയിൽ ബഹ്റൈനിലെത്തിയ സരള ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മലയാളിയുമായി സ്നേഹത്തിലാവുകയും അയാളുടെ 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തവൾ. ഒടുവിൽ ഹൃദയാഘാതം മൂലം അയാൾ മരണമടഞ്ഞപ്പോൾ അനാഥരായ അവളും കുഞ്ഞുങ്ങളും. നഗരവീതിയിലെ മനോഹര കെട്ടിട സമുച്ചയ കാഴ്ചകളിൽ നിന്ന് തൊട്ടുമാറി ഒരു പഴയ കെട്ടിടത്തിന്റെ ജീർണിച്ച വാതിലുകളും കടന്ന് അവിടെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ കഴിയുന്ന സരള ബോംബെയിലെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി മുഖേന 1997 ഹൌസ് മെയ്ഡ് വിസയിൽ ബഹ്റൈനിലെത്തിയതാണ് സരള. ഭാഷയറിയാത്തതിനാൽ ജോലി തരപ്പെടാതെ കഷ്ടപ്പെട്ടിരുന്ന സരളയെ ഒരു വ്യവസായിയുടെ ഡ്രൈവറായിരുന്ന മലയാളി പരിചയപ്പെടുകയും അവർ സ്നേഹത്തിലാവുകയും ഒരുമിച്ച് ജീവിക്കുകയുമാണ് ഉണ്ടായത്. ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് നാട്ടിൽ ഭാര്യയും കുട്ടികളുമുള്ളതായി സരള അറിയുന്നത്. അതിനെക്കുറിച്ച് അയാളോട് ചോദിച്ചപ്പോൾ എന്റെ മരണം വരെയും നിന്നെ ഒരു കഷ്ടപ്പാടും കൂടാതെ നോക്കിക്കൊള്ളാം എന്നയാൾ വാഗ്ദാനം ചെയ്തിരുന്നതായും സരള പറയുന്നു. ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ് മരണം വരെ നോക്കുമെന്നെ ഒരു വിശ്വാസത്തിന്. അവിട്ടം നാളിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്ത ശേഷം കിടപ്പുമുറിയിലേക്ക് വന്ന സരള കാണുന്നത് ഹൃദയാഘാതം മൂലം നിശ്ചലമായ അയാളുടെ ശരീരമായിരുന്നു. പുള്ളി അവിട്ടത്തിൻ്റെ ശനിയാഴ്ച ഞാനറിഞ്ഞില്ല. ഞാൻ കിച്ചനകത്ത് പരിപാലിച്ചോണ്ടിരുന്നായിരുന്നു. ഞാൻ എല്ലാം ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് വന്ന് വിളിച്ചതായിരുന്നു. വിളിച്ചപ്പോഴാണ് അറിയുന്നത്. അതെ, ശരി തന്നെ. മരണം വരെയും അയാൾ അവളെ സംരക്ഷിച്ചു. അവരൊരുമിച്ചു ജീവിച്ചു. പക്ഷേ 4 കുട്ടികളുടെയും അവളുടെയും താമസരേഖകളും മറ്റും നിയമാനുസൃതമാക്കുവാൻ അയാൾ മറന്നുപോയി. മൂത്ത മകന് ഇപ്പോൾ 10 വയസ്സായി. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒഴികെ പാസ്പോർട്ടോ മറ്റു രേഖകളോ ഒന്നുമില്ലാത്തതിനാൽ ഇതുവരെ സ്കൂളിൽ ചേർത്തിട്ട് പോലുമില്ല. രണ്ടാമത്തെ 6 വയസ്സുകാരി ബിന്ദുവിന്റെയും മൂന്നാമൻ 3 വയസ്സുകാരൻ രാജേഷിന്റെയും അവസ്ഥ ഇതുതന്നെ. ശ്രീജിത്ത് എന്ന 4ാമത്തെ കുട്ടിയെ വീട്ടിൽ വെച്ച് പ്രസവിച്ചതിനാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലുമില്ലത്രേ. തന്റെയും കുടുംബത്തിന്റെയും ഇരുളടഞ്ഞ ഭാവിയെക്കുറിച്ച് 32 വയസ്സുകാരി സരള ഇപ്പോഴാണ് ആലോചിക്കുന്നതും ആശങ്കപ്പെടുന്നതും. അവളുടെ 2 വർഷത്തെ വിസ കാലാവധി തീർന്ന ശേഷം ഇതുവരെ പുതുക്കിയിട്ട് പോലുമില്ലത്രേ. ഇത് തന്നെ പുള്ളിക്ക് കുട്ടിക്കൊന്നുമില്ല, രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ വിട്ടില്ല. എനിക്ക് വിസ ഒന്നും അടിച്ചിട്ടില്ല. തോന്നുന്നു, എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. സ്കൂളിൽ ചേർക്കാൻ ശ്രമിച്ചോ? പുള്ളി ശ്രമിച്ചായിരുന്നു. എന്തോ അന്നെന്തോ സാമ്പത്തികം കൊണ്ട് ചേർത്തില്ല. അടുത്ത കുട്ടികളും വിട്ടിട്ടില്ല. മക്കളെ വിട്ടിട്ടില്ല. നാട്ടിൽ ചെന്ന കുട്ടികളെ സ്കൂളിലൂടെ സ്കൂളിലായിരുന്നു. ഇവർക്കിനി നാട്ടിലെത്താൻ കടമ്പകൾ ഏറെയാണ്. ഇത്രയും വർഷം അനധികൃതമായി താമസിച്ചതിനുള്ള പിഴയടയ്ക്കാൻ തന്നെ വലിയൊരു സംഖ്യ ആവശ്യമായി വരും. നാട്ടിലെത്തിയാൽ സ്വന്തമായി ഒരു തുണ്ടു ഭൂമി പോലുമില്ലാത്ത അവൾ കിടപ്പാടമില്ലാതെ അലയേണ്ട അവസ്ഥയിലാണുള്ളത്. എവിടെങ്കിലും വീട് വാടകയ്ക്ക് എടുത്താലും നോക്കണം. അങ്ങനെ പറ്റത്തുള്ളൂ. സാമ്പത്തികം എന്ന് പറയാനൊന്നുമില്ല കയ്യില്. ഒന്നുമില്ല. സരളയെയും മക്കളെയും സഹായിക്കുന്നതിനായി നിരവധി സാമൂഹ്യ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. പിഴയിളവ് ചെയ്യുന്നതിനായി ഇന്ത്യൻ എംബസി പ്രത്യേക അപേക്ഷ ബഹ്റൈൻ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ നേതൃത്വത്തിൽ ധനശേഖരണവും നടന്നുവരുന്നു. ബഹ്റൈൻ കേരളീയ സമാജം ഈ വർഷത്തെ ഓണാഘോഷ വേളയിലാണ് ഈ
സർല എന്ന് പറഞ്ഞ ഈ സ്ത്രീയും അവരുടെ 4 കുട്ടികളും സമായത്ത് വരികയും ഒരു സമായത്തിൻ്റെ സ്റ്റേജിൽ ആഘോഷങ്ങൾ നടക്കുമ്പോഴാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഫാമിലി വളരെ ദുഃഖപരമായ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആൾ മരിച്ച് ബോഡി മോർച്ചറിയിലാണെന്നുള്ള സംഭവം നമ്മൾ അറിയുന്നത്. തീർച്ചയായും മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു മലയാളി കുടുംബം ദുഃഖത്തിലാഴ്ന്ന് കഴിയുന്നത് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കുകയും അവരെ അടുത്ത ദിവസം എംബസിയിൽ കൊണ്ടുപോയിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുകയും അന്ന് തന്നെ ഞങ്ങൾ അവരുടെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ട് റേസിങ്ങും എല്ലാ മെമ്പേഴ്സിനോട് അപ്പീൽ നടത്തി എന്നുള്ളതാണ്. വളരെ നല്ല റെസ്പോൺസാണ് മെമ്പേഴ്സിനെ കിട്ടിയത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 1000 ദിനാർ, അതായത് നമുക്ക് ഇന്ത്യൻ റുപ്പി പറയുകയാണെങ്കിൽ 1.25 ലക്ഷം രൂപ അവർക്ക് റേസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്കൊരു ഡ്രാഫ്റ്റ് ആയിട്ട് അവരുടെ പേരിൽ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ നാട്ടിൽ പോയിട്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമുക്ക് മറ്റൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, തീർച്ചയായും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായ കാര്യങ്ങളിൽ തുടക്കത്തിനെങ്കിലും ഒരു തുടക്കം കുറിക്കുന്നതിന് വേണ്ടി അവരെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾക്ക് സഹായം തന്ന എല്ലാ അംഗങ്ങളോടും നന്ദി പറയുകയും ഏതെങ്കിലും അംഗങ്ങൾക്ക് കൂടുതൽ സഹായം തരുവാൻ മനസ്സുണ്ടെങ്കിൽ അവർ സമാജമായി ബന്ധപ്പെടണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർ 004917251878 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ സഹായങ്ങളാൽ ഭാവി ഭദ്രമാക്കപ്പെടുന്നത് 4 കുഞ്ഞുങ്ങളുടേതാണ്. സഹായിക്കുക നിങ്ങളാൽ കഴിയുന്നത്. Atlanta Jewelers Desert Scan. പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ ഇന്ത്യൻ അംബാസഡർ ബാലകൃഷ്ണ ഷെട്ടി മുഖ്യാതിഥിയായിരുന്നു. പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഗൾഫ് ഗേറ്റ് ഹോട്ടലിൽ നടന്നു. ഇന്ത്യൻ അംബാസഡർ ബാലകൃഷ്ണ ഷെട്ടി മുഖ്യാതിഥിയും ദേവ്ജി ഗ്രൂപ്പ് അക്കൌണ്ട്സ് മാനേജർ സുനിൽ വിശിഷ്ടാതിഥിയും ആയിരുന്ന ചടങ്ങിൽ പാക്ടിന്റെ അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. 750ഓളം അംഗങ്ങൾ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പാക്ട് അംഗങ്ങളുടെ മക്കൾക്ക് ഇന്ത്യൻ അംബാസഡർ ബാലകൃഷ്ണ ഷെട്ടി മെഡലുകൾ നൽകി. Atlanta Jewelers Desert Scan. അറ്റ്ലാന്റ ജ്വല്ലറി ഡെസേർട്ട് സ്കാനിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുക kairalibahrain@gmail.com. മറുവിൽ കളരാതുലയാതുയരും കൈകൾ, ഒഴുകും ഹൃദയം മൊഴിയും കഥന കഥകൾ, ഒരിയും വെയിലിൽ അറിയാതുതിരും വിളികൾ, എരിയും ചൂടിൽ നനയും ഏതോ മിഴികൾ. ഈ മായാലോകം കാണാൻ, ഈ നാടിൻ നാദം കേൾക്കാൻ, ഈ കാണാത്തീരം തേടാൻ, ഈ ഉള്ളിൻ സ്വപ്നം നേടാൻ.